എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഈ ബ്ലെസ്സിങ് എവരിഡേ ബ്ലെസ്സിങ്ങിൽ കൂടെ ദൈവത്തിൻ്റെ ഒരു ശബ്ദം, ഗോഡ്സ് വോയിസ്. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പ്രാർത്ഥന എന്നുള്ളതാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന സഭ മുഴുവനും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സഭകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ലെറ്റ്സ് പ്രേ ടുഗദർ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിലിരുന്ന സമയങ്ങളിലാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്ന ഒരു കാര്യമാണ് ഫ്രീക്വന്റ് പ്രേയർ. നമുക്കൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:5 ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ഇങ്ങനെ പറയുന്നു: സോ പീറ്റർ വാസ് കെപ്റ്റ് ഇൻ ദ പ്രിസൺ, but prayer for him was being made frequently by the church of God. മലയാളം ബൈബിളിൽ 12:5 ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ അവനു വേണ്ടി നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരന്തരമായി ഒരു ഫ്രീക്വന്റ് പ്രേയറിനായി ഇന്ന് സഭകളെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഒരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട്, ഒരു പ്രവചന സ്വരമായി ഇന്ന് ഞാൻ വിളിച്ചു പറയുക. ഇന്ന് പകൽക്കാലം സഭ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ഇന്ന് നമ്മുടെ രാജ്യത്തെ ദൈവം വിടുവിച്ചു. സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന തൻ്റെ മക്കളെ, ആമേൻ, ഈ വരുന്ന നാളുകളിൽ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും, കാവൽ ചെയ്ത് നിൽക്കും. സഭ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മുടെ സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രാർത്ഥനയ്ക്കായി ഒരു പ്രയർ മൂവ്മെന്റ്, എല്ലാവരും കൂടെ, പല ഡിനോമിനേഷനിലായിരിക്കുന്നവർ, പല വിശ്വാസത്തിലായിരിക്കുന്ന, ആമേൻ, പലര് ഒരുമിച്ച്, വിശ്വാസികൾ ഒരുമിച്ച്, ക്രിസ്തീയ സഭകൾ ഒരുമിച്ച് കൂടുമെങ്കിൽ, ഞാനിന്ന് വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. ലെറ്റ്സ് പ്രേ ടുഗദർ. പ്രാർത്ഥനയുടെ സമയമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം മാറ്റിവെക്കാം. പിണക്കവും വൈരാഗ്യവും ദേഷ്യവും കയ്പും എല്ലാം എടുത്ത് ദൂരക്കളാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ചിലവർക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ശുശ്രൂഷ ചെയ്താലും അതൊരു ബിസിനസ് മേഖല പോലെ ആക്കിയെടുക്കുന്നത്. ശുശ്രൂഷ ചെയ്യുന്നതെല്ലാം ദൈവത്തിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ അങ്ങ് എരിഞ്ഞു തീരണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെയാണ് പലരുടെയും അകത്ത് കിടക്കുന്ന വെളിപ്പാടുകൾ. ഇന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവ് ഇന്ന് സഭകളെ, ആമേൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ ഇരിപ്പാൻ, ആമേൻ, ആഹ്വാനം ചെയ്യുക. ചിലവരെ എഴുന്നേൽപ്പിക്കുക. പ്രാർത്ഥിക്ക്. ഒരു കഷ്ടത വരുന്നതിന് മുമ്പ്, ഒരു ദുഷ്ടൻ ആമേൻ മുറ്റുമിറങ്ങി തകർക്കുന്നതിന് മുമ്പ്, അവൻ വ്യാധികൾ വരുന്നതിന് മുമ്പ്, യുദ്ധങ്ങളും ക്ഷാമങ്ങളും വരുന്നതിന് മുമ്പ്, ആമേൻ, തൻ്റെ മക്കളെ ദൈവത്തിൻ്റെ പെട്ടകത്തിനകത്ത് ആക്കി, ദൈവത്തിൻ്റെ, ആമേൻ, പ്രൊട്ടക്ഷനിലാക്കി തീർക്കുവാൻ, ദൈവത്തിൻ്റെ കവറിങ്ങിലായി തീർക്കുവാൻ ഈ ദിവസങ്ങളിൽ വ്യക്തമായി സഭകളെ ഉണരുവീൻ. ആമേൻ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പീൻ. ആമേൻ, സ്തോത്രം. എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. നിന്റെ സൂര്യൻ ആമേൻ ഉദിച്ചിരിക്കുന്നു. നീതി സൂര്യൻ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുക. സഭകൾക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. പല വിഭാഗങ്ങളിലായിരിക്കുന്നവർ, പല വിശ്വാസങ്ങളിലായിരിക്കുന്നവർ, ആമേൻ, സ്തോത്രം, ക്രിസ്തീയ വിഭാഗങ്ങൾ ഒത്തിരി പേരുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി സഭകളുണ്ട്. സഭകളെ, ആമേൻ, ദൈവം കൂട്ടിച്ചേർത്ത് പ്രാർത്ഥനയ്ക്കായി ഒരുക്കുന്ന സമയമാണ്. Prayer is a time where God releases His people from every kinds of things that is trying to attack the church. സഭയെ, ആമേൻ, ഉപദ്രവിക്കുവാൻ, തകർത്തു കളയുവാൻ നിൽക്കുന്നതിനകത്തുനിന്ന്, ആമേൻ, പ്രാർത്ഥന, ആമേൻ, ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രാർത്ഥന, നിരന്തരമായുള്ള പ്രാർത്ഥന
സഭയെ വിടുവിച്ചെടുക്കും, ജനങ്ങളെ വിടുവിച്ചെടുക്കും. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി ദിവസങ്ങളിൽ ഒരുക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ എടുത്ത് ഓരോ കുടുംബങ്ങൾ, ഓരോ സഭകൾ ആമേൻ അവരവരെ തന്നെ ഒരുക്കി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങട്ടെ. ദൈവം ഇന്നത്തെ ദിവസം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.